അതാണ് പെന്തക്കോസ്തായിൽ സംഭവിച്ചത്. അപ്പൊ ആ പെന്തക്കോസ്ത പ്രവചനം ഒന്ന് വായിക്കാം. എന്താണ്? കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ നിന്നല്ല, അവസാന നാളുകളിൽ കർത്താവിന്റെ ആത്മാവ് എല്ലാ മനുഷ്യരുടെയും മേലും ആവസിക്കും. ദൈവം അരുളി ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞുകൊണ്ട്, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവരും പ്രവചിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഒന്ന് സ്തുതിക്കാം. ഇതൊന്ന് അവകാശപ്പെടും. കർത്താവേ, ജ്ഞാനസ്നാനത്തിലൂടെ ഞങ്ങൾ എല്ലാവരിലും ഈ ത്രിവിധ അഭിഷേകം വന്നിരിക്കുന്നത് ഇപ്പോൾ തന്നെ തുറക്കണമേ. ഇപ്പോൾ നമ്മളിപ്പോൾ സ്തുതിക്കണ സമയത്ത് നിങ്ങൾ എല്ലാവരും അങ്ങ് വിശ്വസിക്കുക. നിങ്ങളുടെ അധരത്തിൽ ഒരു ചൂട് പോലെ തോന്നാം. ഉള്ളിൽ നിന്ന് എന്തോ സംസാരിക്കണമെന്ന് നിങ്ങളതങ്ങ് പറഞ്ഞോ. ഇപ്പൊ പ്രത്യേകിച്ച് എല്ലാവരും ഒന്നിച്ചായിരിക്കണോണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാവില്ലായിരിക്കാം. പക്ഷെ സ്തുതിപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വന്ന് അത് വീണ്ടും പറയാം കേട്ടോ. സ്തുതിപ്പിന്റെ നേരത്തെ നമ്മൾ നിർത്തണ്ട. അപ്പൊ ഈ സ്തുതിപ്പിന്റെ നേരത്തുണ്ടാകുന്ന അഭിഷേകത്തിൽ നിങ്ങളിൽ ഈ പ്രവചനവരം പൊട്ടി വിടരും. നിങ്ങളങ്ങ് പ്രവചിക്കാൻ തുടങ്ങും. നിങ്ങൾ വായിൽ വരുന്നതൊക്കെ അങ്ങ് പറഞ്ഞോ. ഇവിടെ ഇപ്പൊ ആരെയും കേൾക്കുന്നില്ല. അതങ്ങ് പൊട്ടി വിടരട്ടെ. സ്തുതിപ്പ് കഴിയുമ്പോൾ നിങ്ങളിൽ പലരിലും ഈ അനുഭവം ഉണ്ടായ ഒരു ദർശനത്തിലൂടെ ആകാം, പ്രവചനത്തിലൂടെ ആകാം. എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്ന് അത് സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, റെഡി? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ. പ്രവചനവരം അഭിഷേകമാക്കണമേ. പ്രവചനവരം അഭിഷേകമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come, Holy Spirit.
ചൊല്ലുക ചൊല്ലുക. ചെയ്തിരിക്കുന്നത് എന്റെ അഭിഷേകം ആർക്കും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. എന്റെ അഭിഷേകത്തെ നിങ്ങളിലൂടെ ഞാൻ ചലിപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ ചലിപ്പിക്കുന്നു. എന്റെ അഭിഷേകം തുറക്കട്ടെ. എന്റെ അഭിഷേകം ഓരോരുത്തർക്കും തുറക്കട്ടെ. കർത്താവ് ചെയ്യുന്നു. ഞാൻ കർത്താവാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവന് ചവിട്ടി പൊക്ക്. അവന് ചവിട്ടിയിട്ട് പൊക്ക്. ഇതുമ്പോ ചവിട്ടിയ താഴെ. ശാലബല ഹലബല ശാലബല ഹലബല 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 ശാലബല ഹലബല ശാലബല ഹലബല ലബലബ 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 ലബലബ. പ്രവചനം ഉണ്ടാകുന്നു, ദർശനങ്ങൾ ഉണ്ടാകുന്നു.
ശാന്തമാകാം, ശാന്തമാകാം. ഇപ്പൊ ആർക്കെങ്കിലും പ്രവചനം കിട്ടുന്നുണ്ടെങ്കിൽ ഓടി വരാം, ഓടി വന്നുകൊണ്ട് ഇവിടെ നിന്ന് പ്രവചിക്കാം. വരൂ വരൂ വരൂ. യെസ്, കണ്ട കാര്യങ്ങൾ ആദ്യം കണ്ടൊരു ദേവാലയത്തിനകത്ത് സ്തൂപമാണ് കണ്ടത്. സ്തൂപത്തിനകത്ത് ഒരു വലിയ സർപ്പം ആയി മാറ്റുകയായിരുന്നു. അപ്പൊ ഞാൻ കർത്താവ് യേശു നാമത്തിൽ അത് വിട്ടുപോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വിട്ടുപോയി. രണ്ടാമത് കാണുന്നത് കടലിനകത്ത് ഭയങ്കര കൊടുങ്കാറ്റിൽ പെട്ടത് ഒരു കപ്പൽ. ആ കപ്പലിന്റെ കൊടുങ്കാറ്റ് അക്രമിക്കുകയാണ്. ആ കർത്താവ് യേശു നാമത്തിൽ ആ കാറ്റ് ശാന്തമാക്കെന്ന് പറഞ്ഞു കടൽ ശാന്തമായി ആ കപ്പൽ മുന്നോട്ട് പോയി. തൊട്ട് പറയും മറ്റൊരു കപ്പൽ ഭൂമി താഴോട്ട് പോയി. അത് താഴെ പോയി. അതിനുശേഷം ഒരു പെൺകുട്ടി കാണാൻ സാധിച്ചു. പെൺകുട്ടി ശരീരം മുഴുവനും രോഗം പിടിച്ച് മൊത്തം രോഗമാണ്. ഞാൻ കർത്താവ് യേശു നാമത്തിൽ ആ കുട്ടി സുഖപ്രാപിക്കട്ടെ എന്ന് അത് സുഖപ്രാപിച്ചു. ഇത് നോക്കുന്നത് വീണ്ടും കൊടുങ്കാറ്റ് കാറ്റ് മാത്രം. കാര്യം കർത്താവ് യേശു ശാന്തമാക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊടുങ്കാറ്റ് ശാന്തമാണ്. വീണ്ടും കാണുന്നത് വീണ്ടും പഴയ കടലിൽ കാണുന്നത്. ഈ കടൽ കാണുന്നത് അത് എന്താണ് കാണുന്നത് മനസ്സിലാക്കി. ഇതിന്റെ പ്രവർത്തന സാധ്യത. അടുത്ത ആൾ വരാം. ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങളൊക്കെ പിന്നീട് നമുക്ക് പഠിക്കാം. ഇപ്പം ഓരോരുത്തര് ദർശനം പറയാം. ദർശനമായിട്ടും പ്രവചനമായിട്ടും എല്ലാം വരും. ദർശനം വരാം, പറയാം. അതിന്റെ വ്യാഖ്യാനം എല്ലാം നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. അടുത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ കണ്ടത് ഒരു വലിയ ഒരു ഹാള്, അതില് റെഡ് കാർപ്പറ്റ്, നമ്മുടെ ഇവിടെ വലിയൊരു ദേവാലയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന്റെ നടുവിലുള്ള റെഡ് കാർപ്പറ്റിൽ ചെയ്യുന്നു. അങ്ങനെ അൾത്താരയില് മുഴുവൻ കാസകൾ ഇങ്ങനെ നിൽക്കുന്നു. കാസകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വിങ്ങില് നമ്മള് സാധാരണ കല്യാണത്തിനെ കാണാൻ വെള്ള ഇതൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ചെയേഴ്സ് അലങ്കരിക്കപ്പെട്ട വെള്ള കവറിട്ടുള്ള ചെയേഴ്സ് അലങ്കരിച്ച് അതിന്റെ പിന്നില് പച്ച പൂക്കളുമായിട്ട് ലീവ്സ് മാത്രം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തതായിട്ട് കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആൾക്കാരെ ഞാൻ കാണുന്ന ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാസറ്റ്, അതില് വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് അറിയില്ല, പരിശുദ്ധാത്മാവിന്റേതാണ്. അതില് ഫ്ലവേഴ്സ് കാണുന്നു. അതുപോലെ പിന്നീട് ഞാൻ കാണുന്നത് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുള്ള പത്രി ചിത്രങ്ങളുള്ള അലങ്കരിക്കപ്പെട്ട ഒരു ചുമരാണ് കാണുന്നത്. ആമേൻ. അടുത്ത ആൾ വരാം. സഹോദരന്മാർ വരാം. ദർശനങ്ങളും നിങ്ങൾക്കുണ്ടാകുന്ന പ്രവചനങ്ങളും പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ടാകാം. ഞാൻ ആത്മീയ സൂചിക്കുമ്പോൾ കണ്ടത് ഈശോയും ഈശോയുടെ കുറെ ജനങ്ങളും ഇങ്ങനെ പോകുന്നത് കാണാമായിരുന്നു. അത് കഴിഞ്ഞ് സൂചിച്ചപ്പോൾ എന്റെ നാവിലേക്ക് ഒരു തീ കണ്ടായിട്ട് തരുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം വലിയൊരു വല, ആ വലയുടെ ഉള്ളിൽ എല്ലാവരും ആ വലയുടെ ഉള്ളിലാക്കി ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്നതുമാണ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരും വേഗം കൂടി വരണം. നിങ്ങൾക്ക് തോന്നും ഇവിടെ വരണം, പറയാം. ഇവിടെ വരുമ്പോ പറയാൻ പറ്റില്ല. ഞാൻ കണ്ടത് അങ്ങനെ ബൈബിള് തുറന്നു വെച്ചിരിക്കുന്നു. അതിലേക്ക് പ്രകാശം വീഴുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു തലമുറകളിലേക്ക് മഹത്വം ഒഴട്ടെ. പിന്നീട് വന്നു ലോകം മുഴുക്കെ ദൈവമഹത്വം നിറയട്ടെ. പിന്നീട് വന്നു ഉറങ്ങിക്കിടക്കുന്ന എല്ലാ റിട്രീറ്റ് സെന്ററുകളും മഹത്വ ദൈവമഹത്വത്താൽ നിറയട്ടെ. അതുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞ് അത് പ്രവചനമാണ്. അത് പ്രവചനമായിട്ട് പറഞ്ഞേ. എന്താ പറയണത്? ഉച്ചത്തിൽ പറഞ്ഞാണ് പ്രവചനമായി. എന്താ പറഞ്ഞത്? ഞാൻ ഒരു ബൈബിൾ തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടു. അതിലേക്ക് ദൈവത്തിന്റെ പ്രകാശം വീഴുന്നത് കണ്ടു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു എന്റെ തലമുറകളിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഒഴുകട്ടെ. ലോകം മുഴുവൻ ദൈവത്തിന്റെ മഹത്വം ഒഴുകട്ടെ. ഉറങ്ങിക്കിടക്കുന്ന എല്ലാ റിട്രീറ്റ് സെന്ററുകളിലേക്കും ദൈവത്തിന്റെ മഹത്വം ഒഴുകട്ടെ. ഒന്നുകൂടി ഉച്ചത്തിലങ്ങ് പ്രഘോഷിച്ചേ. ഞാൻ പറഞ്ഞു എന്നല്ല, കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞേ. കർത്താവ് അരുളി ചെയ്യുന്നു, ലോകം മുഴുവൻ ദൈവത്തിന്റെ മഹത്വം ഒഴുകട്ടെ. ലോകം മുഴുവനും ദൈവത്തിന്റെ മഹത്വം ഒഴുകട്ടെ. തലമുറകളിലേക്ക് ദൈവത്തിന്റെ മഹത്വം ഒഴുകട്ടെ. ഉറങ്ങി
റിട്രീറ്റ് സെന്ററിലേക്കും മുഴുവത്തിന് മഹത്വം ഒഴുകട്ടെ. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ ഇതൊക്കെ തോന്നലുകളാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇവിടെ അടുത്തൊന്നും ഇവിടെ നടത്തുന്നു. ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രണ്ട് കൈയിലേക്കും ഭയങ്കര ഒരു ഭാരം. ആ ഭാരം എൻ്റെ കക്ഷത്തിലേക്ക് എനിക്ക് ആ കൈ ഉയർത്താൻ പറ്റുന്നില്ല, താഴ്ത്തിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഭയങ്കര ഒരു ഇരുട്ടായിരുന്നു. ആ ഇരുട്ടിലേക്ക് ഭയങ്കരമായിട്ടൊരു പ്രകാശം അടിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഈശോ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. അപ്പൊ അതും ഒരു പ്രവചനമാണ്. പറഞ്ഞേ, നിന്നെ ഞാൻ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. എങ്ങനെ പറഞ്ഞേ? നിന്നെ ഞാൻ വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു എന്ന്. ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കർത്താവ് തന്നെ അതൊക്കെ നടത്തി തരും. വിഷമിക്കൊന്നും വേണ്ട. ഇഷ്ടം സഹോദരന്മാരൊക്കെ ഉണ്ട്, പറയൂ, നിങ്ങൾ ധൈര്യമായിട്ട് വരൂ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും ഞാൻ സൃഷ്ടിക്കും. അതുപോലെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഒരു പുതിയ സൂര്യനെ നിങ്ങളുടെ മേൽ ഞാൻ ഉദിപ്പിക്കും. വീണ്ടും ഞാൻ ഒരു വൃക്ഷം കാണുന്നു. ആ വൃക്ഷത്തില് താഴെയും മുകളിലും പ്രാവിന്റെ രൂപത്തില്, താഴെ ഒരു പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണല്ലോ. മുകളിൽ ആ വൃക്ഷത്തിന്റെ മുകളിലും പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവിനെ കാണുന്നു. പിന്നെ ഞാൻ കർത്താവ് എനിക്കൊരു കാക്ക ഇങ്ങനെ കാണിച്ചു തന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആകാശത്തില് വലിയ ഒരു പുഷ്പം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ സംശയിക്കാതെ ഓടി വരൂ. യേശുവെ, അങ്ങേക്ക് കോടാനും കൂടി നന്ദി. യേശു, ഞാനവിടെ കണ്ണടിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ജെറുസലേമിൽ നിന്ന് കൊടുങ്കാറ്റടിക്കുന്ന പോലെ ഈ ഹോളിലേക്ക് ആഞ്ഞടിച്ചു. 10 പേരുടെ കാൽവേദന വിട്ടുപോയെന്ന് ഈശോ പറയുന്നു. 3 പേരുടെ കാൽമുട്ടുകൾ സൗഖ്യപ്പെട്ടെന്ന് പറയുന്നു. 2 പേരുടെ കണ്ണുകൾക്ക് സൗഖ്യം കിട്ടിയെന്ന് ഈശോ പറയുന്നു. മാതാവിൻ്റെ ഒരു സന്ദേശമുള്ള ഒരു മോളെ കണ്ടു. ആ മോള് സംസാരിക്കുന്നതായി കാണിക്കുന്നു. 5 പേർക്ക് മധ്യസ്ഥ പ്രാർത്ഥന വരം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരുപാട് പേർക്ക് സമാധാനം കിട്ടുന്നു. 8 പേർക്ക് ജ്ഞാനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഈശോ. ദീർഘമായ ആയുസ് കൊടുത്ത് തോമസ് മോളിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും സമാധാനം കിട്ടുന്നതായിരിക്കുന്നു. കോടാനുകൂടി വരങ്ങൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നു. എല്ലാം അങ്ങയുടെ ഇഷ്ടം പോലെ നിറവേറ്റട്ടെ എന്ന് കർത്താവിനെ ഏറ്റവും കൂടുതൽ ആനന്ദത്തോടെ നന്ദി പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഞാൻ അതുകൂടാതെ എന്നെ ഈശോ അബുദാബി സെന്റ് ജോസഫിലേക്ക് കൊണ്ടുവന്നതായി കാണുന്നു. സെന്റ് ജോസഫ് സ്കൂളിലേക്ക് അവിടെ കൗൺസിലിംഗ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തതായിട്ട് ഈശോ ഞാൻ വിളിച്ചു പറയുന്നു. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 കൈയും നിവർത്തി സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വീഴുന്നത് പോലെ എന്റെ 2 കൈകളിലും വന്നു വീണു. ഞാൻ വിചാരിച്ചിരുന്ന് വെച്ചിരിക്കുന്നുണ്ടെന്നുള്ളത്. കണ്ണു തുറന്നില്ല, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. 2 കണ്ണിൽ കൂടെ ധാരധാരയായിട്ട് വെള്ളം ഒഴുകി. സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ വചനം എൻ്റെ ഉള്ളിലേക്ക് വന്ന്, നിങ്ങൾ എല്ലാവരും ഭൂമിയുടെ അതിർത്തികളോളം പോയി എന്റെ സാക്ഷികളായിരിക്കും. രാജാക്കന്മാരുടെ മുൻപിൽ നിങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും. ശത്രുക്കൾ ഒന്നും നിങ്ങൾക്ക് എതിരായിട്ട് വന്നാലും നിങ്ങൾക്ക് ഭയമുണ്ടാവുകയില്ല. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിപ്പിക്കും. നിങ്ങളുടെ ആത്മാവ് എന്നോട് കൂടി ഉണ്ടായിരിക്കും, എന്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത്, ഈ സമൂഹത്തില് ഇമ്മാനുവേൽ നമ്മോട് കൂടെ, ഇതിന്റെ മധ്യത്തിൽ എല്ലാവരോടും കൂടെ നടക്കുന്നു. യേശു നമ്മുടെ കൂടെ നടക്കുന്നു. എന്നോടത് പറയാൻ പറഞ്ഞു. യേശു നമ്മോട് കൂടെ നടക്കുന്നു, യേശു നമ്മോട് കൂടെ നടക്കുന്നു. അങ്ങനെ 3 പ്രാവശ്യം 4 പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഭൂമിയുടെ പല ഭാഗങ്ങളിലും പല ഭാഷകളിലും ഓരോരുത്തരും പോയി
പോയി ജീവിക്കുന്ന ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുക തന്നെ ചെയ്യും. നിങ്ങളിലൂടെ ഞാൻ ജീവിക്കുന്ന ദൈവമാണെന്ന് നിങ്ങൾ പറയുക തന്നെ ചെയ്യും. ജനം അത് പ്രഘോഷിക്കുക തന്നെ ചെയ്യും. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ സ്തുതിപ്പ് തുടങ്ങിയ വഴിക്ക് കുറെ മണ്ണെടുത്ത് മാറ്റി ഒരാളുടെ മണ്ണെടുത്ത് മാറ്റിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നിട്ട് പൂർവ്വയിലൂടെയുള്ള പാപങ്ങളൊക്കെ നമ്മളിലൂടെ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സാധാരണ തെറ്റാണ്. പൂർവികരുടെ പാപത്തിന് നിങ്ങൾ ഉത്തരവാദിയല്ല. ഇതൊക്കെയാണ് അബദ്ധ പ്രബോധനം. നിങ്ങൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പാപം. അപ്പൊ വചനം വായിക്കാം. ഇതിന്റെ അർത്ഥം അങ്ങനെയല്ല. അതാണ് വ്യാഖ്യാനം. ഇതിന്റെ ട്രെയിനിങ് വേണം. എസെക്കിയേൽ പ്രവചനത്തിൽ എസെക്കിയേൽ 18 ഉണ്ടോ? എസെക്കിയേൽ 18 പറയാണ്, ഇനി ആരും ആ പ്രവചനം ഇവിടെ പറഞ്ഞു പോകട്ടെ. ഏത് പ്രവചനം? അപ്പൻ പച്ചമുന്തിരി തിന്നാൽ മക്കളുടെ പല്ല് പുളിക്കും എന്ന പ്രവചനം ഇനി പറഞ്ഞു പോകട്ടെ. വായിച്ചേ. കർത്താവ് എന്നോട് പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ എന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന ഇസ്രായേൽ ദേശത്തെ കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിയിരുന്നു, ഞാനാണ് ഈ പഴമൊഴി, ഇനി ഒരിക്കലും ഇസ്രായേൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എന്റേതാണ്, പിതാവിന്റെ ജീവൻ എന്ന പോലെ പുത്രന്റെ ജീവൻ എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവന്റെ മാത്രം ജീവൻ നശിക്കും. പാപം ചെയ്യുന്നവന്റെ ജീവൻ മാത്രം നശിക്കും. പക്ഷെ പുതിയ നിയമത്തിൽ പാപം ചെയ്യുന്നവന്റെ ജീവൻ കർത്താവ് വിശ്വസിച്ച് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ നശിക്കുമോ? ഓക്കെ. അപ്പൊ ഈ കണ്ടതിന്റെ അർത്ഥം ഇനി ആ ദർശനം പറയും. അത് കഴിഞ്ഞപ്പോ ദർശനം എന്താന്ന് പറയും? ദർശനം എന്താ കണ്ടേ? കുറെ മണ്ണെടുത്ത് പോയിരുന്നു ആൾക്കൂട്ടത്തില്. പിന്നെ അത് കഴിഞ്ഞപ്പോ ഓരോ കല്ലറ പോലുള്ളത് ഒരു ഇതിൽ കുറെ മണ്ണെടുത്ത് പോയിട്ട് വേറെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എല്ലാവർക്കും വേണ്ടി ദൈവത്തിന് എല്ലാവരും ആരാധിക്കേണ്ടതാണ്. അപ്പൊ ചിന്തിക്കുമ്പോൾ സാധനങ്ങൾക്ക് വേണ്ടി മാപ്പ് വെച്ചിട്ട് ആരാധിക്കുന്നു പറഞ്ഞു. അപ്പൊ എല്ലാവരും ശുദ്ധീകരിക്കേണ്ടതെന്നുള്ള ഒരു പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ കുറെ വാഴകളൊക്കെ മുറിച്ചു വരുന്നതായിട്ടാണ് കാണിച്ചു. അതായത് സ്നാപയോഹന്നാൻ വന്നിട്ട് എന്താ പറഞ്ഞു? മലകൾ നിരപ്പാക്കുവിൻ. ഈശോയുടെ വരവിനെ തടസ്സം നിൽക്കുന്നതെല്ലാം നിരപ്പാക്കുക. അതാണ് നമ്മുടെ പ്രവചനം. മനസ്സിലായോ? ഈശോ സുവിശേഷം പ്രഘോഷിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആ സുവിശേഷ പ്രഘോഷണത്തിന് എന്തൊക്കെയാണോ തടസ്സം, അതാണ് പ്രവചനത്തിലൂടെ നിരപ്പാക്കേണ്ടത്. അതാണ് പ്രവചനത്തിന്റെ അർത്ഥം. ഓക്കെ. എന്താ but no, not now. Later. We'll talk later. Yes, come. ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൂപ്പിലേക്ക് പരിശുദ്ധാത്മാവ് പ്രാഥമിക രൂപത്തിൽ ഞാൻ ഇറങ്ങി വരുന്നതായിട്ടുണ്ട്. മഹിമ 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 ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ആദ്യം തീ എന്റെ ചങ്കിലേക്ക് വന്ന് നിറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. അതിൽ തുടർന്ന് എന്റെ നാവ് ഇങ്ങനെ കറങ്ങുന്നതായിട്ട് അനുഭവപ്പെട്ടു. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഇതിന് പുതിയ ഭാഷ വരുന്ന പാട്ടായിട്ട് വന്നുകൊണ്ടിരുന്നു. അതോടൊപ്പം ഒരു വചനം ഇതാണ് കിട്ടിയത്, പഴയതെല്ലാം കടന്നുപോയി, എന്നാൽ പുതിയൊരു കാര്യം ചെയ്തു. ഞാൻ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ നാക്ക് പുറകോട്ടം പറഞ്ഞു പോകുന്ന പോലെ തോന്നി. അത് കഴിഞ്ഞ് വേറൊരു സ്വരത്തിലാണ്, വേറൊരു ഭാഷയിലാണ് പറയുന്നത്. വേറൊരു സ്വരം പെട്ടെന്ന് വന്നു. അത് സ്തുതിച്ചു. അപ്പൊ ആ സമയത്ത് എന്താ കർത്താവ് ഞാൻ നടന്നപ്പോൾ ശത്രുക്കളെ കർത്താവ് എവിടെ ചെയ്യുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നൊരു
ഒരു മിനിറ്റ് വെയിറ്റ്. ഇത് ബ്രദറ് വർഷങ്ങളായിട്ട് പറയുന്നതാണ് ഈ ബൈബിൾ അക്കാദമി. ഇപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് കിട്ടുന്ന ഒരു പ്രചോദനമാണ്. അതിന് കുറെ ക്ലാരിറ്റി വന്നു ഈ ബൈബിൾ അക്കാദമിയെ പറ്റി. അതില് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കരിസ്മാറ്റിക്കിന്റെ ഒറിജിൻ അമേരിക്കനാണ്. അതെന്തുകൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു. അമേരിക്കക്കാർക്ക് ലോകത്തിനെ സ്വാധീനിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അതിങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാൻ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരുന്ന അവരുടെ എല്ലാ ഡോളറിലും അതിൽ നോക്കിയിരുന്നാൽ അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഇൻ ഗോഡ് വി ട്രസ്റ്റ് എല്ലാ ഡോളറിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കാരുണ്ടായിരുന്നു. എനിവേ, അപ്പൊ ഈ പുതിയ ആകാശം പുതിയ ഭൂമിയാണ് പറഞ്ഞു. ഈ ഒരു പുതിയ ശുശ്രൂഷനെ പറ്റി ഇന്നലെ ബ്രദർ പറഞ്ഞിരുന്നു. എനിക്ക് കിട്ടുന്ന പ്രചോദനം അമേരിക്കയിലെ ജൂവനൈൽ ഡീറ്റൻഷൻ സെന്റർ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനങ്ങളുള്ളത്. 18 വയസ്സിന് താഴെ ഉള്ളവരെ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടെന്നാൽ അവര് ഈ ജയിൽ പോലത്തെ ഒരു സ്ഥാപനമാണ് അവിടെ കൊണ്ടിട്ടു. ഓക്കെ, അപ്പോ അത് 18 വയസ്സിന് താഴെയുള്ള വ്യക്തികളാണ്. അവിടെ നിന്ന് 20 പേരെ കത്തോലിക്കരെ തെരഞ്ഞെടുത്തിട്ട് അതിപ്പോ നമ്മളെ സഹായിക്കും. ആ 20 പേർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് 3 വർഷത്തെ ഫോർമേഷൻ കൊടുത്ത് അവരെ പരിസ്ഥാനമായ ചൂടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശുശ്രൂഷ ഇത് നടത്താൻ ആണ് പ്രചോദനം കിട്ടുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യാൻ? അത് പുറപ്പാട് പുസ്തകം അതിൽ നിന്ന് ആണ് അത് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 6 ലക്ഷത്തിൽ പരം മുതിർന്ന പുരുഷന്മാർ, 18 വയസ്സിന് മേലുള്ള പുരുഷന്മാർ 6 ലക്ഷത്തിൽ പരം ഈജിപ്ത് വിട്ടു. പക്ഷേ അവർ ആകെ 2 പേരെ അക്കരെ എത്തിയത്, ജോർദാന്റെ അക്കരയിൽ, ജോഷുവ കേലറ്റ്. ബാക്കി അപ്പുറത്ത് പ്രവേശിച്ചത് അന്ന് 18 വയസ്സിന് താഴെ ഉണ്ടായിരുന്ന യുവാക്കളായിരുന്നു. അപ്പോ ഇതിന്റെ കാരണം വിലാപങ്ങൾ 3 പറയുന്നുണ്ട്. യവനത്തിൽ തന്നെ അവരുടെ തുകം വഹിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് പ്രായം കൂടുന്തോറും നമ്മളുടെ വിശദീകരണം കുറെ വർദ്ധിക്കും. കുറെ വിശദീകരണം ചെയ്യാനുണ്ട്. ഈ വിശദീകരണം പ്രോഗ്രസ് ചെയ്തെത്തില്ലെങ്കിൽ, അത് തൃപ്തികരമായ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ദൈവരാജ്യത്തിന് അവകാശമാക്കാൻ സാധിക്കില്ല. അത് പിന്നെ നമ്മള് ശുദ്ധീകരണ സ്ഥലത്ത് ഓട്ടം ചെയ്ത് നമ്മൾ തീർക്കണം. ഇവിടെ വെച്ച് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് യവനത്തിൽ തന്നെ അവന്റെ ദുഃഖം വഹിക്കുന്നത് തുടങ്ങിയതാൽ ഈ പറഞ്ഞ 3 വർഷം കൊണ്ട് അവർക്ക് ഒരു തൃപ്തികരമായ ലെവലിൽ എത്താൻ പറ്റും. ആത്മീയമായിട്ട് വളർന്ന് ഈ ഒരു പുതിയ ശുശ്രൂഷ ആണ് ദൈവം അനുവദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നോക്കി ക്ലാരിഫൈ ചെയ്യാം. നമുക്കൊന്ന് കരം ഉയർത്തി അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പല പ്രചോദനങ്ങളും വരും. കർത്താവേ, എല്ലാത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ അതിനെ അഭിഷേകം ചെയ്യണമേ, അങ്ങ് തന്നെ നയിക്കണമേ, അങ്ങ് തന്നെ വേണ്ടതെല്ലാം ചെയ്യണമേ. Praise the Lord. Amen. ആയുസിൽ നടക്കില്ലെന്ന് വിചാരിച്ചൊരു കാര്യം ഈശോ ഈ എമ്മാവൂസിൽ നടത്തുന്നു. മാർച്ച് 26 തുടങ്ങി 28-ാം തീയതി കല്ലിടുന്നതായിട്ട് ഈശോ പ്രഖ്യാപിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതിസന്തോഷമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മാർച്ച് 28-ാം തീയതി കല്ലിടുന്നുണ്ട്. ഈശോ പറയാൻ വേണ്ട. ഈ
ഈ 20 പേർക്ക് ഫോർമേഷൻ കൊടുത്ത 3 വർഷം കഴിയുമ്പോൾ അവര് ഓരോരുത്തരും വേറെ 20 പേർക്ക് വേണ്ടി ഇൻഡിവിജ്വലായിട്ട് ഫോർമേഷൻ കൊടുക്കണം. അപ്പൊ 400 പേർക്ക് ഫോർമേഷൻ കിട്ടും. ഓക്കെ, ആ 400 പേര് 3 വർഷം കഴിയുമ്പോൾ വേറെ 20 പേർക്ക് വീതം ഇങ്ങനെ കൊടുക്കണം, ഫോർമേഷൻ കൊടുക്കണം. അപ്പോ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്താൽ 24 വർഷം കൊണ്ട് കത്തോലിക്ക സഭ മുഴുവൻ ക്ലിയർ ചെയ്യാൻ പറ്റും. അത്രയും വർദ്ധിക്കും. പിന്നെ ഒരു 3 വർഷം കൂടെ കഴിഞ്ഞാൽ ലോകം മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മള് സഹിക്കാൻ തയ്യാറാവണം. ഉപവാസത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. പ്രത്യേക കൃപ കിട്ടുന്നവർക്ക് കൃപ കിട്ടിയെന്നാൽ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു വിശ്വാസിയായിരുന്നു. അവിടെ നിന്ന് എന്നെ വിളിച്ച് ദൈവാനെ പഠിപ്പിക്കാൻ കുറച്ചാളെ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ദൈവങ്ങൾ വേറെ വഴിക്ക് നടത്താൻ തുടങ്ങി. എന്നിട്ട് 6:45 യോഹന്നാൻ അതിന് പറഞ്ഞു, അവർ ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. എങ്ങനെ കുറെ കാര്യങ്ങളെ പഠിപ്പിച്ചിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 27 വർഷം കൊണ്ട് ലൂക്ക 3:6 എല്ലാ ജനതകളും രക്ഷ കാണും. ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ ശ്രമിച്ചാൽ എല്ലാം ചേച്ചിമാരാണ് ഓടി പറഞ്ഞത്, ചേട്ടന്മാരൊക്കെ അവിടെ ഇരിക്കണം. ഞാനിങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുന്നപ്പോ ഞാനിങ്ങനെ പറയാണ്, പോകുവിൻ, പ്രഘോഷിക്കുവിൻ, സുവിശേഷം പ്രഘോഷിക്കുവിൻ. പിന്നെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറയണ്ടായിരുന്നു. സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആദ്യം കൊണ്ടുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഒരു സമുദ്രത്തിൽ ശക്തമായ തിരമാലകൾ അടിച്ചു കയറുന്നതായിട്ട് കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൺകുടത്തിൽ നിന്ന് ഓയില് ഒഴിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ട് ആ പ്രവാചകൻ പറഞ്ഞതിന്റെ കുടത്തിലെ എണ്ണ വറ്റി പോവുകയില്ല എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. അഭിഷേകം ഒരിക്കലും വറ്റി പോവുകയില്ല, അഭിഷേകം തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു ബോധ്യം നിറഞ്ഞു. പിന്നെ ഇറങ്ങി പുറപ്പെടുകയും എന്ന് ആദ്യം പറയുന്നതായിട്ട് കേട്ടു. പിന്നീട് എഴുതി കാണിച്ചു. അതെനിക്ക് വിളിച്ചു പറയണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. സ്തുതിയുടെ അടുക്കാൻ പച്ചത്തിൽ പറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ അമാന്തിക്കരുത് എന്നൊരു സ്വരം ഞാൻ കേട്ടു. സ്തുതിയായിരിക്കട്ടെ. ഞാൻ സ്തുതിച്ചോണ്ടിരുന്നതും വേറെ ഭാഷയിൽ ഇങ്ങനെ പാട്ടാണ് വന്നത്. കുറെ നേരം പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും ഒരു ഓർക്കസ്ട്രയിൽ ഇരുന്ന് പാടുന്ന പോലെയായിരുന്നു. അപ്പൊ ഭാഷ എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു, എന്താണോ ഞാൻ പാടുന്നതിന്റെ ഒരു ഇത് ഞാൻ ഉള്ളിൽ ഇങ്ങനെ ചോദിച്ചപ്പം ഈശോ അതൊരു താങ്ക് യു ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സങ്കീർത്തനമാണ്, താങ്ക്സ് ഗിവിങ്ങിന്റെ ഒരു സങ്കീർത്തനാണ് പാടുന്നതെന്ന് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഒരു പറഞ്ഞായിരുന്നു. അപ്പൊ തന്നെ അതിനൊരു കൺഫേം ചെയ്യുന്ന രീതിയിൽ അപ്പൊ തന്നെ ബ്രദർ ഇവിടെ ഒന്ന് താങ്ക് യു ലോർഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് കൺഫർമേഷൻ ആയി. അപ്പൊ ഞാൻ സങ്കീർത്തനം ഇത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഞാൻ നോക്കി സങ്കീർത്തനം ഏത് സങ്കീർത്തനാണെന്ന്. അപ്പം അങ്ങനെ ഒരു പ്രചോദനം കിട്ടിയത് കൊണ്ടാണ് സങ്കീർത്തനം എടുത്ത് നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കിയപ്പോ 138 സങ്കീർത്തനായിരുന്നു കൃതജ്ഞതാഗീതം. അതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, ബ്രദർ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ ദൗത്യങ്ങളും എല്ലാം കൊണ്ട് ഈശോയെ നമ്മൾ മഹത്വപ്പെടുത്തി. അതിനകത്ത് ആദ്യമേ തന്നെ കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ എനിക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുമ്പിൽ ഞാൻ അങ്ങയെ പാടിക്കൊടുത്തു. ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ശിരസ് നമിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു സങ്കീർത്തനമാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു. ശേഷന്മാർക്ക് മുൻഗണന. ഞാനിങ്ങനെ സൂചിച്ചുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ ലോകത്തെ കണക്കാൻ പോവുകയാണ് എന്നുള്ളൊരു വാചനം അത്
കർത്താവ് ഞാൻ ലോകത്തെ കടക്കാൻ പോവുകയാണ്. കർത്താവ് ഞാൻ ലോകത്തെ കടക്കാൻ പോവുകയാണ്. പിന്നെ രണ്ടാമത് പിന്നെ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞുങ്ങളുടെ അവതരങ്ങളിലൂടെ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യുന്നുള്ള അത് വാക്ക് കിട്ടി. കുഞ്ഞുങ്ങളുടെ അവതരങ്ങളിലൂടെ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യും കർത്താവ് പറയാണ്. കുഞ്ഞുങ്ങളുടെ അവതരങ്ങളിലൂടെ ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യും കർത്താവ് പറയാണ്. പിന്നെ അവസാനമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തീ കത്തിക്കും എന്നുള്ള ആ വാക്ക് കിട്ടി. കർത്താവ് വലിയൊരു അഭിഷേകത്തിന് തീ കത്തിക്കാൻ പോയാണ്. ഇവിടെ എല്ലാവരെയും ഓരോരുത്തരും ഒരു തീ പന്തങ്ങളായി ചെറുതിറങ്ങി മാറി ഇതോടെ തീ കത്തിക്കാൻ പോയാണ്. ഇത് കർത്താവ് പറയുകയാണ്. ഈശ്വരൻ ജയസ്ഥിതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ സൂക്ഷിച്ചോണ്ടിരുന്നപ്പം ഇങ്ങനെ ഈ പന്തം പോലെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ വീട്ടിൽ പറഞ്ഞു. അപ്പൊ ഞാൻ നന്നായി താഴെ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറഞ്ഞു വരുന്നാലേ ആദ്യം എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് രണ്ട് ചടങ്ങും പേശി ഇങ്ങനെ വരുന്നു. ഇങ്ങനെ കാലിങ്ങനെ ചുരുട്ടി വെച്ചേക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിങ്ങനെ സന്തോഷിച്ച് നിൽക്കുക, നല്ല പ്രകാശം. അന്നേരം ഒരു പാമ്പ് ഇങ്ങനെ നാക്കെടുത്തല്ലെങ്കിൽ ഇതെന്നാ കർത്താവേ എന്ന് ചോദിച്ചു. അതങ്ങ് മാറി. അപ്പൊ തന്നെ ഈശോയുടെ വെറുതെ ഇങ്ങനെ ജ്വലിച്ചിങ്ങനെ വരുന്നവരെ എനിക്ക് തോന്നി. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ അതുപോലെ ബ്രദർ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം കർത്താവിന്റെ കൂടാതെ നമ്മുടെ കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പം ദൈവമേ, അന്നേരം ഈശോ എന്താ പറയാ, ആരെ എനിക്കായി പോകും? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകാം. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ വയസ്സായ ഞാൻ എന്ത് ചെയ്യാൻ കർത്താവേ? അന്നേരം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ ഇങ്ങനെ ഇച്ചിരി നേരം അവിടെ എന്നൊക്കെ കരഞ്ഞു. എന്തേ ദൈവം ദൈവത്തിന് സ്തുതി. ആകാശം പലതരത്തിലുള്ള മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല നിറത്തിലുള്ള ഭംഗിയൊന്നുമില്ലാത്ത പുക നിറഞ്ഞ് കാര നിറമായിട്ടുള്ള മേഘങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തില് മനോഹരമായ ഒരു വെള്ളി മേഘങ്ങൾ ഇങ്ങനെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് താഴെയായിട്ട് ഒരു പാറ്റയാണ് ഇങ്ങനെ അത് ആളെ ആരും കണ്ടില്ല. പാറ്റ ഇങ്ങനെ അതിന് താഴെയായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞു. ദൈവത്തിന് നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചു സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവെ എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാനൊരു പാപിയാണെങ്കിലും. പക്ഷെ ഞാൻ പാപിയാണെങ്കിലും കർത്താവെ നീ എന്റെ പാപങ്ങൾ മുഴുവനും എടുത്ത് അതിന്റെ പരിഹാരം ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നീ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കർത്താവ് നീ ആ ബ്രദറിന് കൊടുത്ത പരിശുദ്ധാത്മാവിനെ കുറിച്ച് എനിക്ക് നടന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വരുന്ന പോലെ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രതികാരങ്ങളുമായിട്ട് അതിന്റെ പോയി കുടിക്കുക എന്ന് പറയുന്നു. പക്ഷെ കുറച്ച് പേരെ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം വന്നു. കർത്താവിനെ എല്ലാവരും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം, ഈ ലോകജനത്തിന്റെ മുഴുവനും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൂടുതൽ ആശ്വാസം കിട്ടി. പിന്നെ ഉണ്ണീശോ ഇങ്ങനെ എല്ലാവരുടെയും ഹൃദയകവാടങ്ങളിൽ വന്നു ഇങ്ങനെ തുറക്കെന്ന് പറയുന്ന പോലെ തോന്നി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇതോടുകൂടി നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ ഗ്രൂപ്പിന് വേണ്ടി ഗ്രൂപ്പ് തിരിയാൻ പോവുകയാണ്. ഞാൻ സ്തുതിച്ചു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ക്രിസ്തുരാജൻ, തൊപ്പിയൊക്കെ വെച്ച് ക്രിസ്തുരാജൻ വന്നിരിക്കുന്നതാണ് കാണുന്നത് കസേരയിൽ. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. അപ്പൊ ഇവിടെ തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ആ കസേരക്ക് ആ സിംഹാസനത്തിൽ ഭയങ്കര ഒരു പ്രകാശം ഞാൻ കണ്ടത്. കണ്ണു തുറന്ന് നല്ല തെളിച്ചമായി വന്നപ്പോൾ അതങ്ങോട്ട് വിട്ടുപോയി. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് കത്താൻ പോയി ചെയ്യും അതെന്താണ് കർത്താവിനെയാണ്. അപ്പോഴാണ് എനിക്കിങ്ങനെ ഇവിടുന്ന് ഏതോ ഒരു പ്രാണി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോണേ തോന്നിയിരിക്കും. ഞാനപ്പോ ഇങ്ങനെ തട്ടിയാട്ടി എന്നാലും പിന്നെ ഇങ്ങനെ പോകണം. അപ്പൊ പിന്നെ എനിക്കത് മനസ്സിലായി. ഇങ്ങനെ ബ്രദർ പറഞ്ഞില്ലേ ഏത് അഭിഷേകത്തിന്റെ അത് വിചാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനൊരു സ്ഥിരീകരണം വേണം കർത്താവിന് പറഞ്ഞു സ്തുതിക്കൊണ്ടിരിക്കണം. അപ്പൊ കൈ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ കൈ ഇതാവുന്നപ്പോ ഞാനിങ്ങനെ പിടിച്ച്
പിടിച്ചു കഴിഞ്ഞിട്ട് ഈ കൈ കുറച്ച് കഴിഞ്ഞപ്പോൾ കൈ ഇങ്ങനെ മടക്കാൻ പറ്റണ്ട, തണുത്ത ഐസായിട്ടിരിക്കണം, കൈ തണുത്ത ഐസായിട്ടിരിക്കണം. അപ്പൊ ഞാൻ അത് വിചാരിച്ച് കർത്താവ് സ്ഥിരീകരണം കിട്ടി. അപ്പൊ ഞാൻ കർത്താവെന്ന് പറഞ്ഞത്, കർത്താവ് എൻ്റെ ശരീരത്തിന്റെ ബലഹീനത നിനക്കറിയാമല്ലോ, ഞാനൊരു ക്യാൻസറിന്റെ ഓപ്പറേഷൻ വയറ്റിലെ കഴിഞ്ഞാണ്, പിന്നെ കാലിന്റെ ഇൻഫെക്ഷനായിട്ട് ഒരു തള്ളവല്ലി കട്ട് ചെയ്ത് കളഞ്ഞാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പൊ എനിക്ക് ഓടി നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് എനിക്ക് ഇങ്ങനെയാണ് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് ജീവൻ തരുന്നതും ആരോഗ്യം തരുന്നതും ഞാനാണ്. ആ ഒരു സ്വരം ഞാൻ കേട്ടു. ഇതെനിക്കൊരു കിട്ടിയ ഒരു അനുഭവമാണ്. നന്ദി പറയാം. ഹല്ലേലൂയ, 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 എഴുന്നേറ്റ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഒരുപാട് രോഗസൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ ഒരു സഹോദരിക്ക് വന്ന് പറഞ്ഞല്ലോ കാലിന്റെ അസുഖം. പ്രത്യേകമായിട്ട് 2 പേരുടെ എളി ഹിപ്പ് ജോയിന്റ്, ഹിപ്പിലുള്ള വേദന മാറി, എളിക്കുള്ള വേദന മാറി. അങ്ങനെയുള്ളവരൊന്ന് കരമുയർത്താമോ? എളിയിൽ വേദന ഉണ്ടായിരുന്നു, ഇപ്പോ വേദനയില്ല. അവരൊന്ന് ഓടി വരാമെന്ന് ഓടി വന്നൊന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൂടാണ്ട് മുട്ടുകാലിന് വേദന ഉണ്ടായിരുന്നവരുടെ വേദന മാറി. നിങ്ങളിവിടെ കയറി വന്നോളൂ. മുട്ടുകാലിന് വേദന ഉണ്ടായിരുന്നവരുടെ വേദന മാറിയവര് ഒന്ന് കരമുയർത്താമോ? മുട്ടുകാലിന് വേദന ഉണ്ടായിരുന്നു, നിങ്ങൾ വരും. അതുപോലെ കാലിന്റെ പാദത്തിന് വേദന ഉണ്ടായിരുന്നു, അതിന് സൗഖ്യമായവരും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇവിടെ വന്നൊന്ന് പെട്ടെന്ന് പറഞ്ഞെന്തായിരുന്നു? എനിക്ക് ഹിപ്പിന് വേദനയാണ്, എനിക്ക് നല്ല അസ്ഥിക്ക് തേയ്മാനം, ബോണ്ട് അനുസരിച്ച് വളരെ കുറവായിരുന്നു. ഞാൻ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കുക. ഹിപ്പിന് ഭയങ്കര വേദനയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാതെ എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പിടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഒട്ടും വേദന തോന്നില്ല. രാവിലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ പ്രവചനവരത്തിന്റെ ഈ വരങ്ങൾ റിലീസ് ആയതിന്റെ അടയാളങ്ങളാണ്. എനിക്ക് കുറെ വർഷങ്ങളായി എൻ്റെ ഈ വലത്തെ ഹിപ്പിന് ഭയങ്കര വേദനയായിരുന്നു. കുറെ മരുന്നുകളൊക്കെ ചെയ്തു, കൈകളൊക്കെ പറ്റി. പക്ഷെ അതിനുവേണ്ടി അവർ പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിച്ചില്ല. പക്ഷെ ഇന്ന് ഈ സിസ്റ്റർ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അസുഖം മാറി. അടുത്ത ആള്. എനിക്ക് ഇന്നലെ മുതൽ കാലിന് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, സ്റ്റേപ്പ് ഇറങ്ങുമ്പോഴൊക്കെ വേദന. ദൈവമേ, എനിക്ക് ഇത്രയും നാൾ അങ്ങനത്തെ രോഗങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് തുടങ്ങുവാണോ രോഗങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ കുറച്ചു നേരം മുന്നേ നോക്കുമ്പോൾ എനിക്ക് മുട്ടുവേദന ഇല്ല. ഇപ്പൊ പറഞ്ഞ സ്ഥിരീകരിച്ചു. ഞാൻ നേരത്തെ വന്ന് പറഞ്ഞ തലവേദനയും മൈഗ്രൈനും പെട്ടിൽ വേദനയും അതിനുള്ള ഹിപ്പിനുള്ള വേദന ഉണ്ടായിരുന്നു. രാവിലെ പാമ്പൊക്കെ പറ്റിയിട്ടാണ് വന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് വേദന തോന്നുന്നില്ല. സഹോദരന്മാർ, ഇന്നലെ ബ്രദർ പ്രവചനപരത്തിന്റെ കാര്യങ്ങൾ, അതുപോലെ രാജകീയ തൃതീയ അഭിഷേകത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. സാക്ഷി സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അത് വലിയൊരു സൗഖ്യം തന്ന ദൈവത്തിന് മാത്രം ഉണ്ടാവട്ടെ. അതുപോലെ എനിക്ക് ലിഗ്മെന്റിനും വലതുകാലിന്റെ ലിഗ്മെന്റിന്, അതായത് കാൽമുട്ടിന്റെ ലിഗ്മെന്റിനും കാർട്ടിലേജിനും കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ മെഡിക്കൽ നീ ക്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇന്ന് പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യം. ഇപ്പൊ ബ്രദർ പറഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, അങ്ങോട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കി. കർത്താവിന്റെ വലിയ കരുണയാല് ദൈവം പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി. ആമേൻ, ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് എനിക്ക് കാലിന് മുട്ടിന് വേദന ഉണ്ടാകും. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രശ്നമുള്ളതാണ്. എനിക്കത് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പ്രയാസമായിരുന്നു. അത് ഞാൻ വളരെ വർഷങ്ങളായിട്ട് കത്തോടെ പ്രാർത്ഥിക്കുന്നതായിരുന്നു. പിന്നെ എനിക്കത് എൻ്റെ മൃതപട്ടത്തിന് അങ്ങനെ അങ്ങോട്ട് അടി നോക്കി സുഖമുണ്ട്. താങ്ക് യു. എനിക്ക് 2 വർഷം മുമ്പ് നട്ടലിന്റെ ഓപ്പറേഷൻ ചെയ്തതിനെ തുടർന്ന് നട്ടലിന്റെ താഴത്തെ ഭാഗത്തും പിന്നെ മുട്ടിന്റെ ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയിട്ട് മുട്ടിന് വേദനയായിരുന്നു. ഇത് 2 വേദനയും ഈ സമയം എനിക്ക് ഈശോയ്ക്ക് മാറ്റി നിറച്ചു കൊണ്ടുപോകാൻ സിസ്റ്റർ
യേശുവേ നന്ദി. എനിക്ക് കുറച്ച് നാളുകളായിട്ട് കാലിന്റെ പാദം ഏതെങ്കിലും ഒരു പൊസിഷനിൽ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും പിന്നെ അവിടെ ഭയങ്കര മരവിപ്പും വേദനയാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ധ്യാനത്തിൽ ഞാൻ ഇവിടെ പങ്കെടുത്തോണ്ടിരിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് എന്റെ കാലിൽ നിന്ന് നടക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നു. ദൈവമേ നന്ദി. യേശുവേ മഹത്വം. ഞാനിവിടെ ധ്യാനത്തിന് വേണ്ടി തൊട്ടും ദിവസം ബൈക്ക് ആക്സിഡന്റ് എന്റെ പാദത്തിന്റെ അവിടെ ഒരു ചെറിയ വേദനയുണ്ട്. ഞാൻ സാധാരണ ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും പള്ളിയിൽ ഇരിക്കുമ്പോഴും ഇങ്ങനെ കാലിൽ ഇരിക്കണത് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അതിന് വേദന എടുത്ത് ഞാൻ പെട്ടെന്ന് മാറിക്കളയാം. ഇപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ താഴെ ഇരുന്ന് നോക്കിയാണ്. ഇത് നോക്കിയപ്പോ കാല് വേദന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാനിവിടെ വരുമ്പോ എന്റെ മുട്ടിന് ഞാൻ ക്യാപിട്ടോടാണ് വന്നിരുന്നത്. കുറച്ച് ഓയിൽമെന്റും കൂടെ പണിതിട്ടുണ്ടായിരുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് ഒരു എനിക്ക് ഭയങ്കര വേദനയ്ക്കായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് അങ്ങനെ ക്യാപ്പിടാനും ഇപ്പം ഇതിനെ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഓയിൽമെന്റ് ഞാൻ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. യേശുവിന് മഹത്വം. യേശുവേ നന്ദി. കഴിഞ്ഞ സാറ്റർഡേ എൻ്റെ പേരക്കുട്ടി ഒരു ദിവസം ഞാൻ ബോൾ കളിച്ചപ്പോൾ അവൻ പന്ത് കൂട്ടിയ കാലിൽ അടിച്ചതാണ്. എന്ന് രണ്ടുപേരും ഞാൻ അവിടെ ഇരുന്നു പോയി. എനിക്ക് ശരിക്കും എന്താ പറ്റിയെന്ന് തോന്നി. പിറ്റേ ദിവസം സൺഡേ ഞാൻ പള്ളിയിൽ പോയിട്ട് എനിക്ക് മുട്ടുകുത്താനൊക്കെ വന്ന സമയത്ത് എൻ്റെ കാല് ഈ വിരലും ഇങ്ങനെ ബാക്ക് സൈഡിൽ മടക്കിയിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ഞാൻ അത് പോയി ഹോസ്പിറ്റലിൽ പോയില്ല. അവരെ ചൊവ്വാഴ്ച വഴിക്ക് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് എന്നോട് വൈഫോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോണേ എന്ന് പറഞ്ഞ് പോകാനാണ്. ഇന്നിപ്പോ എനിക്ക് കാലിന് കുഴപ്പമില്ല. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ എനിക്ക് മുട്ടുകുത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനുള്ള മണിക്കൂറുകളോളം മുട്ടുകുത്താൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അന്വേഷിച്ച് ഇപ്പൊ മുട്ടിൽ നീരിനേക്കാൾ ചികിത്സയിലാണ്. ഇപ്പം ഒരു 9 മാസമായിട്ട് മുട്ടാറിയില്ല. എനിക്ക് മരണം വരെ മുട്ടുകുത്താനുള്ള തന്നെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 10 പ്രാവശ്യം മുട്ടുകുത്തി നിന്ന് നോക്കി. ഒരു കുഴപ്പമില്ല. കണ്ടോ, ഒരു സ്തുതിപ്പാണ് ഇതിനെല്ലാം കാരണം. മാത്രമല്ല നമ്മളിലുള്ള വരദാനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് പ്രവചനവനത്തെക്കുറിച്ച് പൗലോസ്യയുടെ ലേഖനത്തിൽ 12 13 14 പറയുന്നു. നിങ്ങൾ ഉത്കൃഷ്ടദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി ആഗ്രഹിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് പ്രവചനപരത്തിനായിട്ട് മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് വായിക്കാം. ഉത്കൃഷ്ടദാനങ്ങൾ എന്ന് ഉള്ളതിനെ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് സ്ട്രൈവ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് എന്നാണ്. സ്ട്രൈവ് ഈഗർലി ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ഞാൻ ഇതിനെയൊക്കെ പറഞ്ഞ് ഞാൻ കർത്താവിനോട് ഒരുപാട് പ്രാവശ്യം മാപ്പ് ചോദിച്ചു. കർത്താവ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ. ഞാൻ ചോദിച്ചു, കിട്ടിയാൽ കിട്ടി, കർത്താവ് തരണമല്ലേ. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഏറ്റവും ഉന്നതമായ ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പറയുന്നത്. അത് പ്രാർത്ഥിക്കണില്ല. എന്തുകൊണ്ട് പ്രാർത്ഥിക്കണില്ല? നമ്മൾ അനുസരിക്കണില്ല കർത്താവിനെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പോലും. എന്നാൽ 12:31 ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുക. മനസ്സിലായോ? ഉത്കൃഷ്ടദാനം എന്ന മലയാളത്തിൽ. ഇംഗ്ലീഷിൽ സ്ട്രൈവ് ഈഗർലി ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. പിന്നെ 14:1 ക്ഷേമമായിരിക്കട്ടെ ആത്മീയദാനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി തീഷ്ണതയോടെ ആഗ്രഹിക്കുകയും എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രത്യേകിച്ച് പ്രവചനപരത്തിനായി. നമ്മൾ കണ്ടല്ലോ, സാവൂളിൽ പ്രവചനപരം വന്നതോടെ സാവൂളിന് എന്ത് സംഭവിച്ചതാ പറയണേ? അയാളൊരു പുതിയ മനുഷ്യനായി. വേണോ? അപ്പൊ നമ്മളിൽ ഈ പ്രവചനപരത്തിലൂടെ, അതോടൊപ്പം വേറെ വരദാനങ്ങൾ, ഈ പ്രവചനപരം നമ്മളിൽ ആക്ടിവേറ്റ് ആകുമ്പോൾ
നമ്മളിൽ യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് തൻ്റെ ആ പ്രവാചക ദൗത്യത്തിന് അഭിഷേകം ചെയ്യുക. ഓക്കെ, അപ്പം ഇനി ഞാൻ അധികം പറയുന്നില്ല. നമ്മൾ ഉടനെ തന്നെ ഒരു ഗ്രൂപ്പ് ഇനി ഷഫിൾ ചെയ്ത് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഈ ഓഡിയോ ഈ വീഡിയോ എല്ലാം സ്റ്റോപ്പ് ആകട്ടെ. എല്ലാവർക്കും വീഡിയോ കാണുന്നവരെല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ഈ രോഗശാന്തി എല്ലാ വരങ്ങളുണ്ട്, നിങ്ങൾക്കിതെല്ലാം കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ട രോഗശാന്തികളെല്ലാം ഈ പ്രവചനങ്ങളുടെയും ഈ വരദാനങ്ങളെക്കുറിച്ച് ഈശോ നൽകുന്ന കൺഫർമേഷനാണ്, സ്ഥിരീകരണമാണ്. അതിനുവേണ്ടിയുള്ള രോഗശാന്തിയാണ് ഇതെല്ലാം. താങ്ക് യു.